തൃശൂർ കോർപ്പറേഷനെതിരെ പ്രതിഷേധവുമായി ബി.ജെ.പി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിളിക്കാതെ പദ്ധതി ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചതിനെതിരെയാണ് പ്രതിഷേധം. 35 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയെ അട്ടിമറിക്കാനാണ് തൃശൂർ കോർപ്പറേഷൻ നീക്കം. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, അവിടെ പ്രതിഷേധം നടക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. തീർത്തും കേന്ദ്ര പദ്ധതിയാണ് അവിടെ നടപ്പാക്കുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് അവിടെ ക്ഷണമില്ല. വിവരങ്ങൾ. നിലമ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തൃശ്ശൂരിലെ പല കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കാറുണ്ട്. ആ ഉദ്ഘാടനങ്ങളൊന്നും സ്ഥലം എം പി ആയിട്ടുള്ള കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിനെ അറിയിക്കാറില്ല. അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വില്ലേജ് ഓഫീസുകളുടെ അടക്കം ഉദ്ഘാടനത്തിന് തലേ ദിവസം മാത്രമാണ് ഈ വിവരം ഈ സുരേഷ് ഗോപി എം പിയുടെ ഓഫീസിൽ അറിയിക്കുന്നത്, കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് എത്താൻ സാധിക്കാതെ വരുമ്പോൾ അതിനെ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കാട്ടുകയാണ് CPI-യുടെ മന്ത്രിയായിട്ടുള്ള കെ രാജൻ അടക്കം ചെയ്യുന്നത്. എന്തായാലും ഈ നിലവിലിപ്പം ഈ വിഷയം ഉയർത്തിക്കൊണ്ട്, അതായത് RDSS പദ്ധതിക്ക് 135 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയാണ്. ആ പദ്ധതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിലേക്കും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിനെ എത്തിച്ചിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുകയാണ്. ഒപ്പം തന്നെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബ് നമ്മളോടൊപ്പം ചേരുന്നു. കുറച്ച് നാളുകളായിട്ട് തൃശ്ശൂരിലെ സമാനമായിട്ടുള്ള പദ്ധതികൾ, പല കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടന വേളകളിൽ കേന്ദ്രമന്ത്രിനെ അറിയിക്കാറില്ല. ഒപ്പം തന്നെ MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രിനെ അറിയിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇത് നേരത്തെയും BJP ഉയർത്തിക്കൊണ്ടുവന്നാണ്. നിലവിൽ ഇന്നത്തെ പ്രശ്നത്തിന് എന്താണ് കാരണം? കോർപ്പറേഷൻ 2025-26 സമർപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റിൽ ഏറ്റവും അധികം പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റേതാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രിയും തൃശ്ശൂരിൻ്റെ MP-യുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി MP-യെ കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കാൻ മറക്കുകയാണ്. ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും തൃശ്ശൂരിനകത്ത് ജനകീയ അംഗീകാരം ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ട തൃശ്ശൂരിൻ്റെ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി MP-യെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ്. പല പദ്ധതികളും നടപ്പിലാക്കുന്നതിൽ ശ്രീ സുരേഷ് ഗോപി MP-യെ ക്ഷണിക്കുവാൻ ഇവർ മറക്കുകയാണ്. ഇന്ന് നടക്കുന്നത് 135 കോടി രൂപ ചെലവഴിക്കാൻ സാധ്യതയുള്ള RDSS പദ്ധതി, ഈ വിദ്യുച്ഛക്തി പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നതിൻ്റെ ഉദ്ഘാടനമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. പക്ഷേ ആ ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട MP-യെ ക്ഷണിക്കുവാൻ ഇവരുടെ ചെയർമാൻ, ഇവിടുത്തെ കോർപ്പറേഷൻ ചെയർമാൻ മറന്നുപോകുന്നു. ഇവിടെ സ്കൈ വാക്ക് ഇവിടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വന്നു. സ്കൈ വാക്ക് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ട MP ഇവർ മറന്നു. ഇവർ പാലക്കാട് നിന്നുള്ള MP ശ്രീകണ്ഠനെ കൊണ്ടുവന്നാണ് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുള്ളത്. ഇവരെ സുരേഷ് ഗോപി MP-യെ അവഗണിക്കുവാനാണ് കോർപ്പറേഷൻ അധികാരികൾ മേയറും ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ അവഗണിക്കുന്ന ഇവരുടെ സമീപനത്തിനെതിരെ പ്രതിഷേധിക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തും എന്നുള്ളതിനൊരു സൂചന മാത്രമാണ് ഞങ്ങൾ ഈ സമയത്ത് നടത്തിയിട്ടുള്ളത്. തൃശ്ശൂരിൻ്റെ പല മേഖലകളിലും, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പല മേഖലകളിലും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വില്ലേജ് ഓഫീസ് ഉദ്ഘാടനങ്ങളിൽ ഈ MP-യെ, കേന്ദ്രമന്ത്രിയെ അവഗണിക്കുകയാണ് റവന്യൂ വകുപ്പും ചെയ്തത്. ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം ഉദ്ഘാടനത്തിന് ക്ഷണിക്കുക, MP വന്നില്ല എന്ന് പറഞ്ഞ് പ്രചരണം നടത്തുക. ഈ വേലയൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേരെ വേണ്ട, NDAക്ക് നേരെ വേണ്ട. ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തീരുമാനം. അത് തന്നെയാണ് നിലവിൽ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ RDSS പദ്ധതിയുടെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നടക്കും. BJP-യുടെ പ്രതിഷേധവും കോർപ്പറേഷന് മുന്നിൽ തുടരുകയാണ്. നീലിമ. സാനു, 135 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയാണ് കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഒരു നേട്ടമായി ചിത്രീകരിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ നീക്കം, കോർപ്പറേഷൻ്റെ നീക്കം. അതിനെതിരെ BJP കടുത്ത പ്രതിഷേധത്തിലേക്കല്ലേ നീങ്ങുന്നത്? ഒരു മര്യാദയില്ലാത്ത സമീപനം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നല്ലേ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്? അത് തന്നെയാണ് നിലവിൽ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം. അതായത് ഇന്ന് CPI-യുടെ പ്രവർത്തന റിപ്പോർട്ട്, CPI-യുടെ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രവർത്തന റിപ്പോർട്ട് നമ്മൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്, ഇത്തരം പ്രവർത്തനം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു തോൽവി തൃശ്ശൂരിൽ ഏറ്റുവാകുന്നു. തുടർന്ന് ഇവിടെ BJP വലിയൊരു വിജയം നേടുന്നു. ആ കേന്ദ്രമന്ത്രി നടത്തുന്ന BJP-യുടെ MP നടത്തുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള വേലകൾ, ചെപ്പടി വിദ്യകളിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്.
നടക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ സ്കൈ വാക്ക് ഉദ്ഘാടനം ചെയ്തു. അതേപോലെ പല കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോഴും കൃത്യമായിട്ട് എംപിനെ അറിയിക്കാറില്ല. അതേപോലെ തന്നെ വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടത്തുന്ന വേളകളിലും അത് കൃത്യമായിട്ട് അറിയിക്കാതെ അതിൻ്റെ തലേ ദിവസം ചെന്ന് പറയുക. ആ പരിപാടിയിൽ എം പി പങ്കെടുക്കാതെ വരുമ്പോൾ അത് എം പി തൃശ്ശൂരിനെ അവഗണിക്കുന്നു എന്നുള്ള തരത്തിൽ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലടക്കം വലിയൊരു പ്രചാരണം തൃശ്ശൂർ നടക്കുക. ഇത്തരം പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തൃശ്ശൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇപ്പോഴത്തെ നടപടികളെയും നമുക്ക് കാണാൻ. സാനു നിരന്തരം പറയുന്നതാണ് കേന്ദ്ര അവഗണന എന്നത്. പക്ഷേ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ഓരോ വിഭാഗത്തിനും വേണ്ട ഫണ്ടുകൾ നൽകുന്നു. ഈ തൃശ്ശൂർ കോർപ്പറേഷന്റെ കാര്യത്തിൽ തന്നെ 135 കോടി രൂപയുടെ ഫണ്ട് നൽകിക്കൊണ്ടാണ് അവിടെ ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തരത്തിലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയെ പങ്കെടുപ്പിക്കേണ്ടതില്ല. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം നേട്ടമായി ചിത്രീകരിക്കാനുള്ള ഒരു വ്യഗ്രതയല്ലേ സർക്കാർ പുലർത്തുന്നത്? തീർച്ചയായിട്ടും ഈ കോർപ്പറേഷനിലെ വൈദ്യുതിവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ 135 കോടിയുടെ RDSS പദ്ധതി ഈ കോർപ്പറേഷനിൽ നടപ്പാക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇത്. കൃത്യമായിട്ട് ഇത് എന്ത് പദ്ധതി എന്ന് പോലും ഇവിടെ വ്യക്തമാക്കാതെയാണ് ഈ ഒരു പരിപാടി, ഈ ഒരു ഉദ്ഘാടന മാമാങ്കം ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഉദ്ഘാടനം നടക്കുന്നത്. സ്ഥലം ഇവിടുത്തെ MLA ആയിട്ടുള്ള കെ രാജനടക്കം, ജില്ലയുടെ ചുമതലയുള്ള കെ രാജനടക്കമുള്ള മന്ത്രിമാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ഇതിൻ്റെ ചടങ്ങിൻ്റെ നോട്ടീസിൽ പോലും കൃത്യമായിട്ട് കേന്ദ്ര പദ്ധതിയാണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയുള്ള ഒരു പരസ്യങ്ങളും അല്ലെങ്കിൽ ഒരു വാചകം പോലും എഴുതിയിട്ടില്ല. ചെറിയൊരു തരത്തിൽ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകം മാത്രമാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയെല്ലാം എഴുതിയിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തങ്ങൾ ഇത് നടപ്പാക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതുതന്നെയാണ് BJP പറയുന്നത്. അതായത് കേന്ദ്ര പദ്ധതികളെല്ലാം തങ്ങളുടേതാക്കി മാറ്റി വലിയൊരു പ്രചരണം നടത്തി അതിലൂടെ വോട്ട് വാങ്ങാനായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇന്ന് നടക്കാൻ പോകുന്ന ഈ പദ്ധതിയും BJP നോക്കിക്കാണുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരം നടത്തുമെന്നാണ് കടുത്ത പ്രതിഷേധവുമായി BJP രംഗത്തിറങ്ങിയിരിക്കുകയാണ് തൃശ്ശൂരിൽ. വാർത്തയുടെ വിവരങ്ങളാണ് സാനു പങ്കുവച്ചത്.